نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات കഴിഞ്ഞ ഖുതുബകളിൽ നമ്മുടെയൊക്കെ നമസ്കാരങ്ങളിൽ പിശാചിന്റെ വസ്വാസില്ലാതെ ഷർറില്ലാതെ ഖുശൂഅോടുകൂടി അല്ലാഹു പൂർണ്ണമായും സ്വീകരിക്കുന്ന ഒരു നമസ്കാരമായി തീരാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കിയെന്നോണം ചില കാര്യങ്ങൾ കൂടിയാണ് ഇന്ന് നാം ഉണർത്തുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ പല ഖുശൂ നേടാനുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചു നമ്മൾ വിശദീകരിച്ചിരുന്നു. അതിൽ പണ്ഡിതന്മാർ തുടർന്ന് പറഞ്ഞത് കാണാം, നമുക്ക് നമസ്കാരത്തിൽ ഒരു ഖുശൂ ലഭിക്കാൻ, ഭയഭക്തി ലഭിക്കാൻ കാരണമാകുന്ന ഒന്നാണ് അസ്സലാത്തു ഇലാ സുത്രഹ് വദ്ദുനുവ്വു മിൻഹാ. നമസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്ത് നമസ്കാരമായിക്കോട്ടെ ഫർദ് നമസ്കാരമായിക്കോട്ടെ, നമസ്കരിക്കുമ്പോൾ അവൻ ഒരു മറ സ്വീകരിക്കുക എന്നുള്ളത് ഒരു ഖുശൂ ലഭിക്കാൻ അവനതൊരു കാരണമാകും. വദ്ദുനുവ്വു മിൻഹാ, ആ മറയോട് അവൻ അടുത്തു നിൽക്കുക. അങ്ങനെ മറ സ്വീകരിച്ച് നമസ്കരിച്ചാൽ നമസ്കാരത്തിൽ ഒരു ഖുശൂ ലഭിക്കാൻ കാരണമാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മറ സ്വീകരിക്കുക എന്നുള്ളതിൽ അത് നിർബന്ധമാണോ വുജൂബാണോ? അതല്ല, സുന്നത്തുൻ മുഅക്കദ, ഒരു ശക്തിയായ മുഅക്കദായ സുന്നത്താണോ എന്നതിൽ ഖിലാഫ്, അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായാലും ശരി നമ്മളത് ഒഴിവാക്കരുത്. കാരണം നമുക്ക് ഖുശൂ ലഭിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് മറ സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോ അങ്ങനെ മറ സ്വീകരിച്ച ഒരാൾ നമസ്കരിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന് നമസ്കാരത്തിൽ ഒരു ഖുശൂ ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. അബൂ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ്, ഉദ്ധരിക്കുകയാണ്, അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ സ്വല്ല അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ ഫല്യുസല്ലി ഇലാ സുത്ര, അവൻ മറയിലേക്ക് നിന്ന് നമസ്കരിച്ചു കൊള്ളട്ടെ, വൽയദ്നു മിൻഹാ, അവൻ ആ മറയോട് അടുത്തു നിന്ന് കൊള്ളട്ടെ. അപ്പൊ മറ സ്വീകരിച്ച് നമസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം അബൂ ദാവൂദ് ധരിക്കുന്ന ഹദീസാണ്. അപ്പോ അതൊരു ഖുശൂ ലഭിക്കാൻ, നമസ്കാരത്തിൽ നമുക്കൊരു ഭയഭക്തി ലഭിക്കാനുള്ള ഒരു കാരണമാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട, അത് നമസ്കാരത്തിലായാലും ശരി അല്ലെങ്കിലും ശരി നമുക്ക് പ്രത്യേകം വേണ്ട ഒരു കാര്യമാണ് തദബ്ബുറുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള ചിന്ത. അതായത് ഇപ്പൊ ഇമാം ഒരു സൂറത്ത് ഓതുകയാണ്, ഇനി ഫാത്തിഹ തന്നെയായാലും അതിൽ ധാരാളം അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ചിന്തിച്ച് ഖുർആൻ ഓതുമ്പോൾ അവന്റെ മനസ്സിലേക്ക് മറ്റു ചിന്തകൾ കടന്നു വരികയില്ല. ഇമാം ഒരു ഖുർആൻ ഓതുകയാണ്,
ഇനി ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ഒരു അധ്യായമാണ്, അല്ല നരകശിക്ഷയെ കുറിച്ചുള്ള ഒരു അധ്യായമാണ്, അതല്ല സ്വർഗത്തിലെ സുഖാനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു അധ്യായമാണ് ഇമാം ഓതുന്നതെങ്കിൽ അത് ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഇമാം ഓതുന്ന ആയത്തിൽ അല്ലാഹു എന്താണ് പറയുന്നത് എന്ന് ശരിക്കും അവന് ചിന്തിക്കുമ്പോൾ ശൈത്താന്റെ വസ്വാസോ അല്ലെങ്കിൽ മനസ്സ് മറ്റു ചിന്തകളിലേക്ക് മാറിപ്പോവാതിരിക്കാനും അതൊരു നല്ല കാരണമാകും എന്ന് ഉലമാക്കൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഖുർആനെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ അത് മനസ്സിലാകണമെങ്കിൽ എന്തു വേണം? നമ്മൾ ആദ്യം ഖുർആൻ പഠിക്കണം. ഇമാം ഓതുന്ന ഖുർആന്റെ ആയത്തുകളൊക്കെ അത്യാവശ്യം മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഖുർആൻ നമ്മൾ പഠിക്കണം. ഖുർആൻ പഠിക്കുക, അതുപോലെ അറബി പഠിക്കുക. അപ്പോൾ ഓതുന്ന ആയത്തിന്റെ മാന നമുക്ക് ഇങ്ങനെ മനസ്സിൽ വരും. അപ്പോൾ അതിന്റെ ഗൗരവം, ശിക്ഷയാണെങ്കിൽ അതിന്റെ ഗൗരവം, സ്വർഗത്തിൽ ലഭിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണെങ്കിൽ അള്ളാഹു അനുഗ്രഹം എനിക്ക് ലഭിക്കണമെന്നൊരു ചിന്ത, ആ ചിന്തകളിലായിരിക്കും അവന്റെ നമസ്കാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ സന്ദർഭത്തിൽ അവന്റെ ചിന്ത മാറിപ്പോവുകയില്ല. ഇപ്പൊ ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ, അതിന് നമസ്കാരമായാലും ശരി അല്ലാത്ത സന്ദർഭത്തിലായാലും ശരി, നമ്മൾ മുമ്പ് സൂചിപ്പിച്ച കാര്യങ്ങളാണ് അതൊക്കെ. ഖുർആൻ കേവലം പാരായണം ചെയ്യാൻ വേണ്ടി മാത്രം ഇറക്കിയതല്ല. അള്ളാഹു ഖുർആൻ ഇറക്കിയതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ അത് ചിന്തിച്ചുകൊണ്ട്, അതനുസരിച്ചുകൊണ്ട്, അത് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു നിസായിലെ 86-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലയോ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, ആ ഖുർആൻ എങ്ങാനും അല്ലാഹു അല്ലാത്ത മറ്റുള്ള ആരുടെയെങ്കിലും അടുക്കൽ നിന്നായിരുന്നുവെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ, ആ ഖുർആനിൽ അവർ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പര വൈരുദ്ധ്യങ്ങളൊക്കെ കണ്ടേനെ. പക്ഷെ ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നിറങ്ങിയ ഖുർആനാണ്, അള്ളാഹുവിന്റെ കലാമാണ്, അതിൽ യാതൊരു പരസ്പര വൈരുദ്ധ്യങ്ങളുമില്ല. അപ്പൊ ആ ഖുർആനിനെ കുറിച്ച് ഏത് സമയത്ത് പാരായണം ചെയ്യുമ്പോഴും ചിന്തിക്കുക എന്നുള്ളൊരു മുസ്ലിമിന് നിർബന്ധമായ കാര്യമാണ്. പ്രത്യേകിച്ച് നമസ്കാരത്തിലാകുമ്പോൾ അവനൊരു ഖുശൂ ലഭിക്കാൻ, അവന്റെ മനസ്സ് മാറിപ്പോകാതിരിക്കാൻ അത് വലിയൊരു കാരണമായി തീരും. അതുകൊണ്ട് തന്നെയാണ് സഹാബാക്കളൊക്കെ ഖുർആൻ പഠിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, മൻ അഹബ്ബൽ ഖുർആന, ആരെങ്കിലും ഖുർആനിനെ ഇഷ്ടപ്പെട്ടാൽ ഫഹുവ യുഹിബ്ബുല്ലാഹ വറസൂലഹു, അവൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെട്ടു. മഹാനായ ഹബ്ബാബിനുൽ അറത്ത് റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയാ, തഖറബ് ഇലല്ലാഹ് മസ്തതഅത, നിനക്ക് കഴിയുന്നത്ര നീ അല്ലാഹുവിലേക്ക് അടുത്തുകൊള്ളുക, നിനക്ക് സാധിക്കുന്നത്ര നീ അല്ലാഹുവിലേക്ക് ബന്ധം സ്ഥാപിച്ചു കൊള്ളുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഅലം, നീ അറിയണം, ശരിക്ക് മനസ്സിലാക്കണം. വഅലം എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും മനസ്സിലാക്കാന്നല്ല, അലിമ എന്ന് പറഞ്ഞാൽ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കാന്നാ. വഅലം, നീ ശരിക്ക് മനസ്സിലാക്കണം, അന്നക ലൻ തതഖറബ ബിശൈഇൻ അഹബ്ബ ഇലൈഹി, തീർച്ചയായും അല്ലാഹുവിലേക്ക് അവന് ഏറ്റവും ഇഷ്ടമുള്ളതായ ഒന്നുകൊണ്ട് നീ അടുക്കുകയില്ല, മിൻ കലാമിഹി, അല്ലാഹുവിന്റെ കലാമിനേക്കാളും. അപ്പൊ അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഒരു കാര്യം എന്താ? അത് അല്ലാഹുവിന്റെ കലാമാണ്, അതിനപ്പുറമില്ല. അതാണ് അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്ന് സഹാബാക്കളും അതുപോലെ തന്നെ താബികളൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് കാണാം, മൻ അറാദൽ ഇൽമ, ആരെങ്കിലും ഇൽമ് ഉദ്ദേശിക്കുകയാണെങ്കിൽ, യഥാർത്ഥ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കുന്ന കക്ഷിയാവാൻ, സ്വർഗം ലഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫല്യഖ്റഇൽ ഖുർആന, അവൻ ഖുർആൻ പാരായണം ചെയ്തു കൊള്ളട്ടെ. ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി അവൻ പാരായണം ചെയ്തു കൊള്ളട്ടെ. ഫഇന്ന ഫീഹി ഇൽമുൽ അവ്വലീന വൽ ആഖിരീൻ, പൂർവികരുടെയും പിൽക്കാലക്കാരുടെയും എല്ലാം ഇൽമുകൾ ആ വിശുദ്ധ ഖുർആനിലാണുള്ളത്. അപ്പൊ ഖുർആൻ പഠിക്കുക, ഖുർആനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് നമസ്കാരത്തിലായാലും ശരി, അതല്ലാത്ത സന്ദർഭത്തിലായാലും ശരി, അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമസ്കാരത്തിലാകുമ്പോൾ അവന് ഖുശൂ ലഭിക്കാൻ, അവന്റെ മനസ്സ് പിശാച് തെറ്റിച്ചു കളയിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് വലിയൊരു കാര്യമായിട്ടാണ് പണ്ഡിതന്മാർ നമസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ അതിന്റെ മാനകളെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരു കാര്യമാണ്.
മറ്റൊരു കാര്യം പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും താബിഉകളുടെയും ഒക്കെ ഖുശൂഇനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. അവരൊക്കെ നമസ്കാരത്തിൽ എത്രത്തോളം ഖുശൂ ഉള്ളവരായിരുന്നു എന്ന് നമ്മൾ ഹദീസുകളിലൂടെയും ചരിത്രങ്ങളിലൂടെയും പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും അതൊരു മാറ്റമുണ്ടാക്കും. അത് നമുക്കൊരു ഖുശൂ ലഭിക്കാൻ കാരണമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഖുശൂ ഉള്ള മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഖുശൂവുമായി വ്യക്തമാക്കുന്ന ധാരാളം ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ സഹാബാക്കളുടെയും, ഉദാഹരണമായി നമുക്കൊക്കെ കേട്ട പരിചയമുള്ളൊരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ രോഗാവസ്ഥയിലായിരിക്കെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മുറു അബാ ബക്രിൻ, നീ പോയി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കുക, ഫല്യുസല്ലി ബിന്നാസ്, അദ്ദേഹം ജനങ്ങളെയും കൊണ്ട് ഇമാമിനെ നമസ്കരിക്കട്ടെ എന്ന് നീ കൽപ്പിക്കുക. അപ്പൊ ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അബാ ബക്രിൻ റജുലുൻ അസീഫ്, തീർച്ചയായും അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വളരെയധികം ദുഃഖമുള്ളൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളതുകൊണ്ട് വളരെയധികം ദുഃഖം, ആ ഖുശൂ പുറപ്പെടുവിക്കുന്ന ആളാണ്. വഇന്നഹു മതാ യഖും മഖാമക ലാ യുസ്മിഉൻ നാസ, അദ്ദേഹം എപ്പോഴാണോ താങ്കളുടെ സ്ഥാനത്ത്, ഇമാമത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്, അപ്പൊ അദ്ദേഹം ജനങ്ങളെ കേൾപ്പിക്കുകയില്ല എന്നാണ്. എന്ന് പറഞ്ഞ ആ ഖുർആൻ ഓതി അതിന്റെ ഖുശൂ കാരണം കരഞ്ഞു പോകും, കരച്ചിൽ വർദ്ധിപ്പിച്ചു പോകും എന്ന ആ ഖുശൂ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫലൗ അമർത ഉമറ, താങ്കൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമ് നിൽക്കാൻ കൽപ്പിക്കുകയാണെങ്കിൽ, അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നീ ഇമാമ് നിൽക്കാൻ കൽപ്പിക്കുക. അപ്പൊ ആ ഹദീസിൽ എന്ത് വ്യക്തമായി? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നമസ്കാരത്തിൽ നിന്ന് ആ ഖുശൂ കൊണ്ട് അദ്ദേഹം കരഞ്ഞു പോകുമെന്നാണ്. അതാണ് സഹാബാക്കളുടെ ജീവിതങ്ങൾ. ഇനി ധാരാളം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും അതൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിൽ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ നമുക്ക് താബിഉകളുടെ ജീവിതം എടുത്തു നോക്കുക. മഹാനായ താബിഉകളുടെ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അവർ നമസ്കാരത്തിൽ എത്രത്തോളം ഖുശൂ ഉള്ളവരായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹ്, അൽ ഫുഖഹാഉ സബ്അ, മദീനയിലെ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 7 ഫുഖഹാക്കളിൽപ്പെട്ട ഒരാളാണ് അൽ ഫുഖഹാഉ സബ്അ എന്ന്. 4 ഫുഖഹാക്കൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന 7 ഫുഖഹാക്കൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹ്, താബി പണ്ഡിതനാണ്. അദ്ദേഹത്തെ കുറിച്ച് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ദമസ്കസിലേക്ക്, വലീദിന്റെ അടുക്കലേക്ക് ദമസ്കസിലേക്ക് പോവുകയാണ്. അങ്ങനെ മദീനയിൽ നിന്ന് പുറപ്പെട്ട് ദമസ്കസിലേക്ക് അദ്ദേഹം പോവുക. ആ സമയത്ത് അദ്ദേഹം മദീനക്കടുത്തുള്ളൊരു താഴ്വരയിൽ അദ്ദേഹം എത്തി. ആ സന്ദർഭത്തിൽ അസ്വാബഹു ആഖിലത്തും ഫീ റിജ്ലിഹി, അദ്ദേഹത്തിന്റെ കാലിൽ ഒരു വ്രണം ബാധിച്ചു. വലം യസിൽ ഇലാ ദിമശ്ക ഇല്ലാ വഖദ് വസലത്തിൽ അഖിലതു ഇലാ നിസ്ഫി സാഖഹ്, ആ വ്രണം അദ്ദേഹം ദമസ്കസിലെത്തുമ്പോഴേക്കും കണങ്കാലിന്റെ പകുതി വരെ അതിങ്ങനെ പടർന്നിരുന്നു. ആ വ്രണം കണങ്കാലിന്റെ പകുതി വരെ എത്തി. അങ്ങനെ അദ്ദേഹം വദഖല അലാ വലീദ്, വലീദിന്റെ അടുക്കൽ അദ്ദേഹം പ്രവേശിച്ചു. ഈ ഇദ്ദേഹത്തിന്റെ കാലിലുള്ള ഈ വ്രണം ഇങ്ങനെ ഗുരുതരമായി ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ട വലീദ് ഫജമഅ ലഹുൽ അത്തിബ്ബാഅ, കുറെ ഡോക്ടർമാർ, അതിനെക്കുറിച്ച് ഇൽമുള്ള അറിവുള്ള ഡോക്ടർമാരെ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം സംഘടിപ്പിച്ചു. അങ്ങനെ ഇത് കണ്ട ഡോക്ടർമാരൊക്കെ പറഞ്ഞു, ഫഅജ്മഉ അലാ അന്നഹു ഇല്ലം യഖ്തഅഹാ വഇല്ലാ അകലത് റിജ്ലഹു കുല്ലഹാ ഇലാ വരികി, ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്, അതുകൊണ്ട് കാല് മുറിക്കേണ്ടി വരും, അത് മുറിക്കണം. അത് മുറിച്ചിട്ടില്ലെങ്കിൽ അകലത് റിജ്ലഹു കുല്ലഹാ ഇലാ വരികി, അദ്ദേഹത്തിന്റെ ഇടുപ്പ് ഊര വരെ ചിലപ്പോ അത് വ്യാപിച്ചേക്കാം എന്ന് ഡോക്ടർമാർ പറഞ്ഞു. വറുബ്ബമാ തറഖത് ഇലൽ ജസദ്, മാത്രമല്ല ചിലപ്പോ ഊരയും കടന്ന് ഇടുപ്പും കടന്ന് ശരീരത്തിലേക്കും അത് പടരും എന്ന് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി. അപ്പൊ ഫതാബത്ത് നഫ്സുഹു ബിഖത്ഇഹാ,
അപ്പൊ പിന്നെ കാല് മുറിക്കുക എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ. അപ്പോ ആ കാല് ആ സമയത്ത് മുറിച്ചാൽ അദ്ദേഹത്തിന്റെ മനസ്സിന് ബാക്കിയുള്ളതിനൊരു സുരക്ഷയാണ്. അങ്ങനെ അവർ ചോദിച്ചു അദ്ദേഹത്തോട്, വഖാലു ലഹു, ഉർവത്ത് ബിൻ സുബൈർ റഹ്മഹുള്ളയോട് അവർ ചോദിച്ചു, അലാ നുസ്ഖീക മുറഖിദ, നിങ്ങൾക്ക് നമ്മള് ഉറക്ക ഗുളി, നമ്മള് മയക്കുന്ന സാധനം ഉണ്ടല്ലോ, മയക്കുന്ന മരുന്ന് തരട്ടെയോ എന്ന് ചോദിച്ചു. വേദന ഇല്ലാണ്ടിരിക്കാൻ ഇന്നത്തെ സാഹചര്യം പോലെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അന്ന് മുറിക്കണം, അതിന് താങ്കളെ നമ്മൾ മയക്കട്ടെയോ, അതിനുള്ള മരുന്ന് തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ ഫഖാല, അദ്ദേഹം കൊടുത്ത മറുപടി എന്താ? മാ ظننtu, ഞാൻ വിചാരിക്കുന്നില്ല, അന്ന അഹദൻ യശ്റബു ശറാബൻ ഔ യഅകുലു ശൈഅ, ഒരു മനുഷ്യൻ എന്തെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുമെന്ന്. എങ്ങനത്തെ എന്തെങ്കിലും ഒരു വസ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള? യുദ്ഹിബു അഖ്ലഹു ഹത്താ ലാ യഅരിഫ റബ്ബഹ, തന്റെ റബ്ബിനെ മനസ്സിലാവാതെ അഖ്ല് നീക്കിക്കളയുന്ന വല്ല വസ്തുവും വല്ല പാനീയവും ഒരു മനുഷ്യൻ കഴിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ അദ്ദേഹം അത് കഴിക്കാൻ കൂട്ടാക്കിയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാകിൻ ഇൻ കുൻതും ലാ ബുദ്ദ ഫാഇലീൻ, എന്റെ കാല് മുറിക്കാൻ നിങ്ങൾ നിർബന്ധിതരാണെങ്കിൽ ഫഫ്അലൂ ദാലിക, നിങ്ങൾ അത് ചെയ്തു കൊള്ളുവിൻ. വ അന ഫിസ് സ്വലാഹ്, ഞാൻ നമസ്കാരത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അത് ചെയ്തു കൊള്ളുക, അല്ലാതെ മയക്കുന്ന മരുന്നൊന്നും എനിക്ക് തരണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നി ലാ ഉഹിസ്സു ബിദാലിക്, ഞാൻ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ എന്റെ കാല് നിങ്ങൾ മുറിച്ചാൽ അതെനിക്കൊരു വേദനയും അനുഭവപ്പെടുകയില്ല. വലാ അശ്ഉറു ബി, അതിന്റെ വേദന ഞാൻ അറിയുകയുമില്ല എന്ന് ഉർവത്ത് ബിൻ സുബൈർ റഹ്മഹുള്ള അവരോട് മറുപടി പറയുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കാല് നമസ്കാരത്തിൽ മുറിച്ചു എന്നാണ് അൽ ബിദായ വൻ നിഹായയിൽ ഇബ്നു കസീർ റഹ്മഹുള്ള രേഖപ്പെടുത്തുന്നത്. അങ്ങനെ അദ്ദേഹം ഫലമ്മൻ സറഫ മിനസ് സ്വലാഹ്, അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു, നമസ്കാരത്തിൽ അദ്ദേഹം പിന്തിരിഞ്ഞു. അങ്ങനെ കാല് മുറിച്ചല്ലോ, അപ്പൊ അസ്സാഹുൽ വലീദു, വലീദ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? ഫഖാല അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ ലക്കൽ ഹംദ്, നിനക്കാണ് സ്തുതി. കാന ലി അത്റാഫുൻ അർബഅ, എനിക്ക് 4 അറ്റങ്ങൾ ഉണ്ടായിരുന്നു, 2 കൈകൾ 2 കാലുകൾ, അതാണ് അത്റാഫ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ 4 അറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഫഅഖസ്ത വാഹിദ, അതിൽ 1 അല്ലാഹുവേ നീ എടുത്തു. വഅബ്ഖൈത സലാസ, 3 അല്ലാഹുവേ നീ ബാക്കി വെച്ചു എന്നാണ്. അപ്പോ നമസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ ഖുശൂ ആണ് അതിലൂടെ നമ്മൾ പ്രകടമാകുന്നത്. ഇന്നത്തെ സംവിധാനങ്ങൾ ഇല്ലാതെ അന്ന് കാല് നമസ്കാരത്തിൽ മുറിക്കാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ മുറിച്ചോളൂ, ഞാൻ അള്ളാഹുവായിട്ടുള്ള മുനാജാത്തിലാണ്, എന്റെ മനസ്സ് ആ അള്ളാഹുവോടുള്ള ആ ഖുശൂ കാരണത്താൽ വേദന ഞാൻ അറിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അന്ന് രാത്രി തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് വരികയാണ്. ആ രാത്രി തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 7 മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകനായ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ മകൻ ഒരു കുതിരയുടെ കൂട്ടിലേക്ക് ചെന്നത് മൂലം ആ കുതിരയുടെ ചവിട്ടുകൊണ്ട് അന്ന് രാത്രി ആ കുട്ടി മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ മകനും മരിച്ചുപോയി. ആ സന്ദർഭത്തിലും അന്ന് രാത്രി കാല് മുറിച്ച അന്നേ ദിവസം തന്നെ അപ്പോഴും അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? അല്ലാഹുവേ നിനക്ക് സ്തുതി. കാനു സബ്അ, അവർ എനിക്ക് 7 മക്കളുണ്ടായിരുന്നു. ഫഅഖസ്ത മിൻഹും വാഹിദ, അവരിൽ ഒരാളെ നീ എടുത്തു. വഅബ്ഖൈത സിത്ത, 6 ആളുകളെ നീ അല്ലാഹുവേ ബാക്കിയാക്കിയല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ ഹംദ് ചെയ്യുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മകനും അന്ന് രാത്രി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, കാലും നഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ്. ആരോടും ഒരാവലാദ്യം അദ്ദേഹം സൂചിപ്പിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ഫായിദകൾ നമുക്കുണ്ട്. എന്താ? ആ സലഫുകളുടെ ഖുശൂ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോ നമുക്കും നമസ്കാരത്തിലേക്ക് ഖുശൂ ലഭിക്കാൻ അതൊരു കാരണമാകും. അതുകൊണ്ടാണ് സലഫുകളുടെ ജീവിതം നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അലി ഇബ്നു ഹുസൈൻ റഹ്മഹുല്ലാ, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. അദ്ദേഹം സീറ അലാമിൻ നുബല ഇമാം ദഹബി റഹ്മഹുല്ലാ രേഖപ്പെടുത്താൻ, അദ്ദേഹം നമസ്കാരത്തിന് വേണ്ടി വുദു എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈകൾ ഇങ്ങനെ വിറക്കാൻ തുടങ്ങും. അപ്പോ ആളുകൾ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഇങ്ങനെ കൈകൾ ഇങ്ങനെ വിറക്കുന്നത്, എന്താ നിങ്ങൾക്ക് പറ്റുമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താ? തദ്റൂന ബൈന യദൈ മൻ നഖൂം, തദ്റൂന, നിങ്ങൾക്കറിയോ ബൈന യദൈ മൻ നഖൂം, ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കാൻ പോകുന്നതെന്ന്?
വമൻ ഉനാജി, ആരോടാണ് ഞാൻ മുനാജാത്ത് സംഭാഷണത്തിൽ ഏർപ്പെടാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണം. നമസ്കാരം എന്നാൽ അള്ളാഹുവോടുള്ളൊരു മുനാജാത്താണ്, ആ ഒരു സംഭാഷണമാണ്. അതിലുള്ള ഖുശൂ കാരണത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ കൈകൾ വിറക്കുകയാണ്. അത്രക്കും ഖുശൂ ഉള്ളവരായിരുന്നു സലഫുകളൊക്കെ. അതുപോലെ തന്നെ മഹാനായ മുസ്ലിം ഇബ്നു യസാർ റഹ്മഹുല്ലാ, അദ്ദേഹത്തെ കുറിച്ചും ഇമാം ദഹബി റഹ്മഹുല്ലാ രേഖപ്പെടുത്തുന്നത് കാണാം. മുസ്ലിം ഇബ്നു യസാർ അദ്ദേഹത്തിന്റെ മകൻ പറയുകയാണ് വാപ്പാനെ സംബന്ധിച്ച്, കാന ഇദാ സ്വല്ലാ, എന്റെ വാപ്പയായ മുസ്ലിം ഇബ്നു യസാർ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ കഅന്നഹു വദ്ദുൻ, അദ്ദേഹം ഒരു ആണി പോലെയാണ്, ഉറച്ചു നിൽക്കും, ഒരു ആണി പോലെയാകുന്നു. ലാ യമീലു ലാ ഹകദ വലാ ഹകദ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെരിയുന്ന ഒരവസ്ഥ എന്റെ ഉപ്പാക്കില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോ നമസ്കാരത്തിൽ നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളായേക്കാം. നമ്മൾ ആട്ടങ്ങൾ, ചില ആളുകൾ ആടും, നമസ്കാരത്തിലൊക്കെ ആടുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ശീലങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതൊക്കെ നമ്മുടെ ഖുശൂഇനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ആണി പോലെ ഉറച്ചു നിൽക്കുമെന്നാണ് സലഫുകൾ. മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ലാ, നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള മഹാപണ്ഡിതനാണ്. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വിശ്വാസയോഗ്യമായ ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയുടെ മുഅല്ലിഫ്, ഗ്രന്ഥകർത്താവ് ഇമാം ബുഖാരി റഹ്മഹുല്ലാ, അദ്ദേഹത്തെ കുറിച്ച് ഇമാം ദഹബി റഹ്മഹുല്ലാ പറയുന്നത് കാണാൻ സാധിക്കും. വകാന റഹ്മഹുല്ലാ, ഇമാം ബുഖാരി റഹ്മഹുല്ലാ യുസല്ലി ദാത യൗമിൻ ഔ ദാത ലൈല, ഒരു ദിവസമല്ല ഒരു രാത്രി അദ്ദേഹം നമസ്കരിക്കുകയായിരുന്നു. അങ്ങനെ ഇമാം ബുഖാരി റഹ്മഹുല്ലാ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഫലസഅഹു സുംബൂർ, ഒരു കടന്നൽ അദ്ദേഹത്തെ കുത്തി. 17 മറ, 17 തവണ അദ്ദേഹത്തെ കുത്തി നമസ്കാരത്തിൽ. കടന്നൽ 17 തവണ അദ്ദേഹത്തെ കുത്തി. അങ്ങനെ ഫലമ്മ ഖദാ സലാത്തുഹു, അദ്ദേഹം നമസ്കാരം കഴിഞ്ഞപ്പോ, ഫലമ്മ ഖദാ സലാത്തുഹു, അദ്ദേഹത്തിന്റെ നമസ്കാരം അവസാനിപ്പിച്ചപ്പോ ഖാല, അദ്ദേഹം ആളുകളോട് പറയുകയാണ്, ഉൻദുറു അയ്യു ശൈഇൻ ആദാനി ഫീ സ്വലാത്തി, നിങ്ങൾ നോക്കൂ, നമസ്കാരത്തിൽ എന്നെ ഉപദ്രവിച്ച ജീവി എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫനദറു, ആളുകൾ നോക്കിയപ്പോ ഫഇദ സംബൂർ, അപ്പോൾ അതാ ഒരു കടന്നലിനെ അവർ കണ്ടു. എന്നിട്ട് അവർ പറയാ, ഖദ് വറമഹു ഫീ 17 മൗദിഅ, 17 തവണ കടന്നൽ കുത്തിയപ്പോ കുത്തിയ സ്ഥലത്തൊക്കെ വലിയ വീക്കം സംഭവിച്ചിട്ടുണ്ട്. വലം യഖ്ത സ്വലാത്ത, ആ 17 കുത്ത് കിട്ടിയിട്ടും അദ്ദേഹം നമസ്കാരം ചെയ്തിട്ടില്ല, മുറിച്ചിട്ടില്ല. അപ്പൊ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, കൈഫ ലം തഖ്റുജ് മിനസ് സ്വലാ അവ്വല മാ ലസഅക, ആദ്യ സമയത്ത് തന്നെ കടന്നൽ കുത്തിയപ്പം എങ്ങനെ നിങ്ങൾക്ക് നമസ്കാരം മുറിക്കാതെ ഇങ്ങനെ തുടരാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ഖാല, അദ്ദേഹം മറുപടി പറഞ്ഞു, കുൻതു ഫീ സൂറ, ഞാനൊരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫഅഹ്ബബ്തു അൻ ഉതിമ്മഹാ, ആ സൂറത്ത് പൂർത്തിയാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പൊ ആ സൂറത്ത് ഓതി അതിന്റെ ആയത്തുകളും അതിന്റെ മായനകൾ മനസ്സിലാക്കി ഓതിയപ്പോ നമസ്കാരം മുറിക്കാനല്ല അദ്ദേഹത്തിന് തോന്നിയത്, മറിച്ച് ആ വേദന അതിലൂടെ അദ്ദേഹം അറിഞ്ഞില്ല, മറിച്ച് അദ്ദേഹം നമസ്കാരം പൂർത്തിയാക്കി എന്നുള്ളതാണ്. ഇത്രയും ഉദാഹരണങ്ങൾ ഞാൻ സൂചിപ്പിച്ചത് സലഫുകളുടെ, സഹാബാക്കളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ നമസ്കാരത്തിൽ ഉണ്ടായിരുന്ന ഖുശൂ, അത് നമ്മൾ മനസ്സിലാക്കിയാൽ അത് നമുക്കും നമസ്കാരത്തിൽ ഭയഭക്തി ലഭിക്കാൻ ഒരു കാരണമാകുമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് കൊണ്ടാണ്. അപ്പൊ സഹോദരന്മാരെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, നമസ്കാരത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ മരണത്തെക്കുറിച്ചുള്ളൊരു ചിന്ത നമുക്കുണ്ടാവുക. ദിക്റുൽ മൗതി ഫി സ്വലാന, നമസ്കാരത്തിൽ മരണത്തെക്കുറിച്ചുള്ളൊരു ചിന്ത നമുക്കുണ്ടാവണം. ഹദീസിൽ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് ഫഖാല, അദ്ദേഹം പറഞ്ഞു, അയ്സ്നി വ ഔജിസ്, നബിയെ എനിക്ക് ചില ഉപദേശങ്ങൾ തരിക, ചുരുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ഇദാ ഖുംത ഫീ സ്വലാതിക, നീ നമസ്കാരത്തിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഫസല്ലി സ്വലാത മുവദ്ദിഇൻ, അവസാനമായി നമസ്കരിക്കുന്ന, ഈ ലോകത്തോട് വിട പറയുന്നവന്റെ ഒരു നമസ്കാരം എന്ന നിലയ്ക്ക് നീ നമസ്കരിക്കുക എന്ന് അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്.
ഇനി എനിക്കൊരു നമസ്കാരമില്ല, ഇതെന്റെ അവസാന നമസ്കാരമാണ്, മരണമാണ് എനിക്കുള്ളത് എന്നതുപോലെ ഒരു മനസ്സോടുകൂടി നീ നമസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുകയാണ്. അപ്പൊ മരണചിന്ത ഉണ്ടാവുക നമസ്കാരത്തെ ഒരു ഖുശൂ വർദ്ധിപ്പിക്കാൻ അവന് സാധിക്കും എന്നതിന് മനസ്സിലാക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാ തകല്ലം ബികലാമിൻ തഅതദിറു മിൻഹു ഗദാ വലാ തകല്ലം മിൻ കലാം വലാ തകല്ലം ബികലാം. നീ ഒരു സംസാരം സംസാരിക്കരുത്. എങ്ങനത്തെ സംസാര? തഅതദിറു മിൻഹു ഗദാ. ആ സംസാരം കാരണമായി നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നീ ഉദ്റ് പറയേണ്ട, മാപ്പപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെയുള്ള സംസാരങ്ങൾ നീ സംസാരിക്കരുത് എന്ന് പറഞ്ഞു. വഅജ്മഇൽ യഅസ മിമ്മാ ഫീ ഐദിന്നാസ്. ജനങ്ങളുടെ കൈകളിലുള്ളതിനെ സംബന്ധിച്ച് നീ നിരാശയെ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കൈകളിനെ കുറിച്ചുള്ള മോഹങ്ങളെ നീ മുറിച്ചു കളയുക എന്നാണ്. ഇത് അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഉപദേശമാണ്. അപ്പോൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന നിലക്ക് ഉള്ള രൂപത്തിൽ നമ്മൾ നമസ്കരിച്ചാൽ നമുക്ക് നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കാൻ കാരണമാകും. മറ്റൊരു ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉസ്കുരിൽ മൗത ഫീ സ്വലാത്തിക. നിന്റെ നമസ്കാരത്തിൽ നീ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാക്കുക. ഫഇന്ന അർറജുല ഇദാ ദക്കറൽ മൗത ഫീ സ്വലാത്തിഹി. ഒരു മനുഷ്യൻ തന്റെ നമസ്കാരത്തിൽ മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കുമ്പോ ലഹരിയുൻ അൻ യുഹ്സിന സ്വലാതഹു. അവന്റെ നമസ്കാരം നല്ലതാക്കാൻ അത് അവനെ അർഹമാക്കും. വസല്ലി സലാത്ത റജുലിൻ. നീ ഒരു മനുഷ്യന്റെ നമസ്കാരം പോലെ നീ നമസ്കരിക്കണം. എങ്ങനെയുള്ള മനുഷ്യനാ? ലാ യദുന്നു അന്നഹു യുസല്ലി സ്വലാത്തൻ ഗൈറഹാ. ഇതാണ് എന്റെ നമസ്കാരം, ഈ നമസ്കാരമല്ലാതെ ഇനിയൊരു നമസ്കാരം ഞാൻ നമസ്കരിക്കുന്നില്ല, ഇതോടുകൂടി എന്റെ ജീവിതം അവസാനിച്ചു എന്ന നിലക്ക് നമസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ നമസ്കാരം നീ നമസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നബി പറഞ്ഞു, വഇയ്യാക വകുല്ല അംറിൻ യുഅതദറു മിൻഹു. നീ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ആവലാതി അല്ലെങ്കിൽ ക്ഷമാപണം നടത്തപ്പെടേണ്ടതായ കാര്യങ്ങളെ സംബന്ധിച്ച് നീ സൂക്ഷ്മത പാലിക്കണമെന്നാണ്. അഥവാ ആ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് നീ സൂക്ഷ്മത പാലിക്കണമെന്ന് അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകി, അദ്ദേഹത്തിന് ഒരു ഉപദേശം കൊടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ നമസ്കാരത്തിലേക്ക് അതൊരു ഖുശൂ ലഭിക്കാനും നമ്മുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുന്ന ഒരു പൂർണ്ണമായൊരു നമസ്കാരമായി തീരാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين من جميع الذنوب فاستغفروه إنه هو الغفور الرحيم. الحمد لله الصلاة والسلام على من لا نبي بعده أما بعد. നമസ്കാരത്തിൽ ഭയഭക്തി ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചു വരുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് വദ്ഉൽ യദിൽ യുംന അലൽ യുസ്റ അലസ് സദ്ർ. വലതു കൈ ഇടതു കൈയിന്റെ മേലായി കൊണ്ട് നെഞ്ചത്ത് വെക്കുക അഥവാ കൈകെട്ടുക എന്നുള്ളത് നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കാനുള്ള ഒരു കാരണമായിട്ട് സലഫുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് അതിന്റെ ഹിക്മത്ത്? മഹാനായ ഇമാം അഹ്മദ് റഹ്മഹുള്ളയോട് ചോദിക്കപ്പെട്ടു, കൈകെട്ട് അങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് ഹിക്മത്ത് എന്ന് ചോദിച്ചപ്പോ ഇമാം അഹ്മദ് കൊടുത്ത മറുപടി, ഹുവ ദില്ലുൻ ബൈന യദൈൽ അസീസ്. അത് അസീസായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കുമ്പോഴുള്ള ഒരു അനുസരണമാണത്. ഒരു അനുസരണത്തെയാണ് ആ കൈകെട്ടൽ സൂചിപ്പിക്കുന്നതെന്ന് ഇമാം അഹ്മദ് റഹ്മഹുള്ള മറുപടി കൊടുത്തതായി ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ അൽ ഖുശൂഉ ഫി സ്വലാത്ത് എന്ന ഗ്രന്ഥത്തിൽ എടുത്തുദ്ധരിച്ച് കാണാൻ സാധിക്കും. മഹാനായ അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം പറഞ്ഞത് കാണാം, ഖാലൽ ഉലമാ, പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഹിക്മത്തു ഫി ഹാദിഹിൽ ഹൈഅ, ഈ കൈകെട്ടുന്ന രൂപമുണ്ടല്ലോ അതിന്റെ ഹിക്മത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്, അന്നഹാ സിഫത്തു സായിലിൽ ദലീൽ, അത് ഒരു നിസ്സഹനായ ചോദ്യകർത്താവിന്റെ ഒരു രൂപമാണത്, കൈകെട്ടി നിൽക്കുക എന്നുള്ളത്. വഹുവ അംനഉ മിനൽ അബസ്, ആവശ്യമില്ലാതെ നിരർത്ഥകമായ പ്രവർത്തനങ്ങളിൽ നിന്നും കളിതമാശകളിൽ നിന്നും തടയാൻ ഏറ്റവും അനുയോജ്യമായ
ഏറ്റവും നമ്മെ തടയുന്ന ഒരു കാര്യമാണ് കൈകെട്ടുക എന്നുള്ളത്. വഅഖ്റബു ഇലൽ ഖുശൂഇലേക്ക് നമ്മെ ഏറ്റവും അടുപ്പിക്കുന്ന, ഏറ്റവും ഖുശൂഇലേക്ക് അടുപ്പമുള്ള ഒരു കാര്യവുമാകുന്നു കൈകെട്ടുക എന്നുള്ളത് എന്ന് ഇമാം ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് ഉലമാക്കളുടെ ഖൗലെടുത്ത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ കൈകെട്ടുക എന്നുള്ളതും നമസ്കാരത്തിൽ നമുക്കൊരു ഖുശൂ ലഭിക്കാനുള്ള കാരണമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് ബോധപൂർവം ഇൽമോട് കൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോഴേ ഇതിനൊക്കെ ഒരു ഫലം ഉണ്ടാവുകയുള്ളൂ. ഇതൊന്നും അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം വെറുതെ കൈകെട്ടുന്നു പോകുന്നു, അവനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ഫായിദ ഉണ്ടാവുകയില്ല. അറിഞ്ഞുകൊണ്ട് അമല് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഫലം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, നോട്ടം ആകാശത്തേക്ക് ഉയർത്താതിരിക്കുക. ചില ആളുകളൊക്കെ നമസ്കാരത്തിൽ നിന്നാ താഴോട്ട് നോക്കും, മേലോട്ട് ഉയർത്തും, ഇങ്ങനെ കളിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പലരും അറിയാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റണം. കാരണം ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ ബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഇലസ്സമാ, ആകാശത്തിലേക്ക് തന്റെ ദൃഷ്ടികളെ ഉയർത്തുന്ന ഖൗമിന്റെ കാര്യം എന്താണ്? ഫീ സ്വലാത്തിഹിം, അവരുടെ നമസ്കാരത്തിൽ കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തുന്ന ആളുകളുടെ കാര്യം എന്താണ്? അങ്ങനെ ഫസ്തദ്ദ ഖൗലുഹു ഫീ ദാലിക്, ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംസാരം ഇങ്ങനെ സ്ട്രോങ് ആവുന്നുണ്ട്. ഹത്താ ഖാല, ഇപ്രകാരം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലയൻതഹുന്ന അൻ ദാലിക് ഔ ലിതുഖ്തഫന്ന അബ്സാറുഹാ, ഒന്നുകിൽ അവർ അത് അവസാനിപ്പിക്കുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ കാഴ്ചകളെ റാഞ്ചിയെടുക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ കാഴ്ച ഇല്ലാത്തവരാവട്ടെ എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. മേലോട്ടും താഴോട്ടും ആ നോക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. മറിച്ച് നോട്ടം എപ്പോഴും അത് സുജൂദിന്റെ സ്ഥാനത്തേക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ഭൂമിയിലേക്കാണ് നോക്കിയിരുന്നത്, ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തശഹുദിൽ ചൂണ്ടുവിരലിലേക്കും നോക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കാൻ അതൊരു വലിയൊരു കാരണമാകും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ അമല് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമ്മുടെ നമസ്കാരത്തിൽ പിശാചിന്റെ വസ്വാസ് ഇല്ലാതെ നമുക്കൊരു ഖുശൂ ലഭിക്കാൻ അത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു തആല ഖുശൂഓടുകൂടി നമസ്കാരം നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه وسلم.